പറയാമെങ്കിൽ നിന്നെ പിന്നെ ഞാൻ ഈ വീട്ടിൽ കേട്ടത്തില്ല. ഇതൊരു ടേസ്റ്റ്. അച്ഛന് പൊറോട്ട തിന്നു. നർസസ് ആണ് ഗൈസ്, അതുകൊണ്ട് അച്ഛൻ ഒത്തിരി കോഴിയെ തിന്നൂടാ. നമ്മുടെ അടുത്ത ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അത് ഏട്ടൻ അപ്പുറത്തെ സൈഡിൽ കിടന്നുകൊണ്ട് മറ്റേ ഇപ്പുറത്തെ സൈഡിൽ ഞാനാട്ടോ കിടക്കാറുള്ളത്, കാരണം ഇല്ലെങ്കിൽ ഞാൻ ഉരുണ്ട് നിലത്ത് വീഴുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനങ്ങ് ലൈറ്റ് ഓഫ് ചെയ്യും. ഇന്നലെ അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ അങ്ങ് മറന്നുപോയി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്നപ്പോഴും റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്താ സിച്ചേട്ടാ ലൈറ്റ് കിടത്താത്തേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ സാരമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പക്കുട്ടൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് അപ്പക്കുട്ടൻ്റെ മുറിയിൽ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, കാരണം ഇടയിൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പേടിക്കരുത്. അതുകൊണ്ട് ഞാൻ റൂമിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളി എണീറ്റാ ഇങ്ങ് പോരും, അതുകൊണ്ട് അവന് പേടിയൊന്നും ഇല്ല കേട്ടോ. അവനിപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഏട്ടന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് പുതപ്പൊക്കെ വച്ച് കൊടുത്തിട്ട് ഞാൻ അപ്പുക്കുട്ടനെ ചെന്ന് നോക്കിയപ്പോൾ സൈഡിലോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. രാത്രി ഇതിൻ്റെ അകത്ത് യുദ്ധമാണോ എന്ന് എനിക്കറിയത്തില്ല, അതുപോലെയാണ് കിടക്കുന്നതും ഒക്കെ. ഓൾറെഡി ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെയും ഇനി ഉറങ്ങണം എന്നുള്ള രീതിയിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ എഴുന്നേക്ക്, ട്യൂഷനൊക്കെ പോകണ്ടേ, പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേപ്പിക്കുകയാണ്. എഴുന്നേറ്റ ഉടനെ അപ്പുക്കുട്ടൻ പല്ല് തേക്കത്തില്ല കേട്ടോ. ഭയങ്കര മടിയാണ് കുളിക്കാനും പല്ല് തേക്കാനും. എന്നാൽ പുറത്ത് മഴ പെയ്യുമ്പോൾ മഴ നനയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ കുളിക്കാൻ വേണ്ടി കയറുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവനെ എഴുന്നേപ്പിച്ചുകൊണ്ട് വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തേ. എന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മ ഞാനൊരു ഇച്ചിരി നേരം ടി വി കണ്ടോട്ടെ. ഇപ്പോൾ ഒരുപാട് നാളായി കേട്ടോ അപ്പുക്കുട്ടൻ ടി വി കണ്ടിട്ട്, ഞാൻ കൊടുക്കാറേ ഇല്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാൽ കണ്ടോളാൻ പറഞ്ഞപ്പോഴത്തേന് സന്തോഷമായി. ആ ഒരു ടൈമിൽ അവൻ്റെ ഉറക്കപ്പിച്ചും കാര്യങ്ങളും എല്ലാം അങ്ങ് പൊക്കോളും കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ മുഖം കഴുകുകയാണ് നന്നായിട്ട്. എനിക്ക് ചില ബ്രാൻഡിൻ്റെ സിറം ഒന്നും അങ്ങോട്ട് സെറ്റ് ആവത്തില്ല കേട്ടോ, വൈറ്റമിൻ സി, കാരണം മുഖത്ത് ഫുൾ ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷേ എനിക്ക് സെറ്റായ ഒരു സിറത്തെക്കുറിച്ചാട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. ഡോക്ടർ ഷെത്തിൻ്റെ സിറമേഡ് ആൻഡ് 10% വൈറ്റമിൻ സി ആംബ്യൂൾ സിറമാണ് കേട്ടോ. ഇത് നോൺ ഇറിറ്റേറ്റിംഗ് ബ്രൈറ്റനിങ് സിറമാണ് വിത്ത് പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് സിറമേഡ് ആൻഡ് വൈറ്റമിൻ സി. അപ്പോൾ ഇത് സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കി പ്ലം ആക്കി വെക്കും. ഇതിൻ്റെ അകത്തുള്ള സിറമൈഡ് സ്കിൻ ബാരിയറിനെ സ്ട്രോങ്ങർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ നോ ഇറിറ്റേഷൻ ആണ്, നമുക്ക് ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ വരത്തില്ല. 99% ഇതിനകത്തുള്ളത് പ്യുവർ സ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റമിൻ സി ആണ്. എടുത്തു പറയേണ്ട കാര്യം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് വരുന്നത്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നുമായിട്ട് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആവും. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആയിക്കോളും കേട്ടോ. സ്കിന്നുമായിട്ട് ഒട്ടും തന്നെ സ്റ്റിക്കി ആയിട്ടിരിക്കത്തില്ല, ഭയങ്കര നോൺ സ്റ്റിക്കിയാണ്. ഒട്ടും നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ആക്കുകയോ ഒന്നുമില്ല കേട്ടോ. അത്ര അടിപൊളി സാധനമാണ്. അപ്പോൾ ഡോക്ടർ ഷെത്തിൻ്റെ സിറമേഡ് ആൻഡ് 10% വൈറ്റമിൻ സി ആംബ്യൂൾ സിറം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കല്യാണി 2025 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% നിങ്ങൾക്ക് ഓഫ് കിട്ടും കേട്ടോ. അവിടുന്ന് മാത്രമല്ല പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുന്നത്, നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിൽ നിന്നും ഒക്കെ വാങ്ങാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നേരെ അങ്ങ് അടുക്കളയിലേക്ക് പോവുകയാണ്. ടി വി കാണാനിരുന്ന് കഴിഞ്ഞാൽ അപ്പക്കുട്ടൻ ടിവിയുടെ മുന്നിൽ തന്നെ ഇരിക്കും. ഞാൻ അവനോട് പോയി പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഞാൻ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പുട്ട് പുഴുങ്ങിയാൽ മതി. ഇപ്പം ഞാൻ അരിപ്പുട്ട് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. നമ്മുടെ മറ്റേ റാഗി പൗഡറിൻ്റെ പുട്ടില്ലേ, അതാട്ടോ വാങ്ങുന്നത്. കാരണം ഒരുപാട് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഉള്ളിലോട്ട് ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഈ ഉണ്ടാക്കുന്ന ടൈമിൽ ഏട്ടൻ എഴുന്നേറ്റ് അപ്പക്കുട്ടനും ഏട്ടനും ഒക്കെ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പക്കുട്ടൻ ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. ഈ പുട്ടാന്ന് കണ്ടപ്പോഴേ അപ്പക്കുട്ടൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ ചളിഞ്ഞു പോയി കേട്ടോ, കാരണം അവന് ഇത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ അവനെ എന്തോ പറഞ്ഞാൽ കഴിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, മോനെ ഇത് ചോക്ലേറ്റിൻ്റെ പുട്ടാണ്, ഇതിൽ നിന്ന് പഞ്ചസാര ഇട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ കേട്ടോ കഴിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല, അവന് ഈ എച്ചി പുട്ടെന്ന് പറയും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അപ്പക്കുട്ടന് കറിയും കൂട്ടി പുട്ട് വാരി കൊടുക്കുകയാണ്. ഏട്ടനാണെങ്കിൽ അവിടെ നമ്മുടെ ഇടിയിറച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊരു ഷോർട്സിൽ പറയാം. അപ്പോൾ അമ്മ വരുമ്പോൾ ഇതുപോലെ ഇടിയിറച്ചി ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഏട്ടനും കൊടുക്കുന്നതും കഴിച്ചു തീർക്കുന്നതും പെട്ടെന്നാട്ടോ. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എല്ലാം കഴിച്ചു തീർത്ത് എഴുന്നേറ്റ് പോകും. അപ്പോൾ ഞാൻ വിളിച്ച് മനുഷ്യൻ ഇവിടെ വന്നിരിക്കും, കുറച്ച് നേരം കാര്യം പറഞ്ഞിരിക്കാൻ പറഞ്ഞിട്ട് ഏട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കിന്ന് വീട്ടിലോട്ടൊക്കെ പോകണം കേട്ടോ. അപ്പം ഏട്ടൻ ചെടിക്കൊക്കെ അങ്ങ് വെള്ളം ഒഴിക്കാം, അപ്പോഴത്തേനും നിൻ്റെ പണിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും സമയം നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. അപ്പക്കുട്ടൻ ഒരു കുറച്ച് തിന്നപ്പോഴത്തേനും അവന് വയറ് നിറഞ്ഞു എന്നും പറഞ്ഞ് അവനും ഏട്ടൻ്റെ പുറയിൽ വാലയിൽ അങ്ങ് പോയി കേട്ടോ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ കുളിക്കാൻ മടിയാണെങ്കിലും വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്
ഇഷ്ടമാണ്. ഏട്ടൻ വെള്ളത്തിൽ കളിപ്പിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ ആ ഒരു സമയത്താണ് മുറ്റത്ത് സൈക്കിൾ ചവിട്ടി കളിക്കുന്നത്. വെയിലത്ത് ഞാൻ ഇറക്കാൻ വിടാറില്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പാടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വെയിലത്ത് ഞാൻ അവനെ സൈക്കിൾ ചവിട്ടാൻ വിടാറില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ജോലികളും അടുക്കളയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ നേരെ സിച്ചേൻ്റെ വീട്ടിലോട്ട് പോരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ട്യൂഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടൻ താമസിച്ച് വന്നതിന് ശ്രൂച്ചേച്ചി എന്നെ വഴക്കം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. 10 മണിക്ക് ട്യൂഷനാണെങ്കിൽ ഞാൻ 10:30 കൊണ്ട് ചെല്ലത്തുള്ളൂ. അതെല്ലാ ദിവസവും അങ്ങനെ ചെറുതായിട്ട് അങ്ങ് താമസിച്ചു പോകും. അങ്ങനെ അകത്തോട്ട് വണ്ടി കയറ്റി ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അച്ഛൻ്റെ വണ്ടി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉരുട്ടി മുന്നോട്ട് മാറ്റി വെക്കാൻ സിച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അത് ഉരുട്ടി മുന്നോട്ട് അങ്ങ് മാറ്റി വെച്ചു. അപ്പുക്കുട്ടനെ കുറച്ച് താമസിച്ച് കൊണ്ടുവിട്ടാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ട്യൂഷൻ കഴിഞ്ഞാലും അപ്പുക്കുട്ടന് പ്രത്യേകമായിട്ട് ചേച്ചി ഇരുത്തി പഠിപ്പിക്കും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചാലും വിഷയമില്ലാത്ത രീതിയിൽ ഞാനങ്ങ് കൊണ്ടുവിടുന്നത്. അപ്പോൾ ബൈക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് ഏട്ടൻ വണ്ടി അകത്ത് കയറ്റി. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു രാവിലെ കഴിച്ചിട്ടാണ് ഓടി വന്നത്. ഞാൻ പറഞ്ഞു അമ്മ പുട്ട് കോലിട്ട് കുത്തി ഇറക്കിയാണ് അമ്മ വന്നത്. അമ്മ ചോദിച്ചു എന്തുവടി? ഞാൻ പറഞ്ഞു പുട്ട് കോലിട്ട് കുത്തി ഇറക്കിയാണ് വന്നതെന്ന്. കാരണം പുട്ട് തൊണ്ടേന്ന് ഇറങ്ങാൻ നല്ല പാടാണല്ലോ. അമ്മയാണെങ്കിൽ ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നല്ല സ്പെഷ്യലായിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമ്മ തേങ്ങ വറുത്ത് ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങ വറുക്കുന്നത്. എന്തൊരു ടേസ്റ്റ് അല്ലേ അമ്മ? നല്ല രുചിയായിരുന്നു. പക്ഷെ സീറ്റ ഇങ്ങനെയാ മറ്റേത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തേങ്ങ. അമ്മ ഏത് കറി ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്തൊക്കെ നിറയെ കൊച്ചുള്ളി എടുത്തിടാറുണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. ഞാൻ വന്നപ്പോഴത്തേനും അമ്മയാണെങ്കിൽ എല്ലാം അരിഞ്ഞു പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം തക്കാളി അരിഞ്ഞാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. പണി ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ അമ്മ കണ്ണടച്ച് തീരുന്നതിന് മുമ്പേ പെട്ടെന്ന് പണികളൊക്കെ തീർക്കും. അത്രയും ഫാസ്റ്റായിട്ടാണ് കേട്ടോ അമ്മ കിച്ചണിൽ എല്ലാ പണികളും തീർക്കുന്നത്. അച്ഛനാണെങ്കിൽ പുറത്ത് ചേനയാണോ ചേമ്പാണോ എന്തോ ഒരു സംഭവം നടുവാണ്. ഇതിപ്പോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ? എടുത്തോണ്ട് വന്നേല്ലേ? അച്ഛൻ എന്നോട് ഇടയ്ക്കാട്ടിൽ ചേനയും ചെയ്യുമ്പോൾ നട്ടോ ചോദിച്ചത്. എനിക്കറിയത്തില്ല ചേനയും ചെയ്യുമ്പോൾ നട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും നോക്കാൻ പോകാറില്ല. ഇടയ്ക്ക് വെച്ച് അച്ഛൻ മുളക് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ മുളകച്ചാറൊക്കെ ഇട്ടത്. അച്ഛനല്ല അമ്മ. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് മൊത്തം മുളകും ഇങ്ങനെ വാടി പണ്ടാറടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ താണ്ട അപ്പച്ചീരെ എടുത്തുകൊണ്ട് വന്ന ചേനയാണോ ചേമ്പാണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം എന്താ കാച്ചിലാന്ന് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ. അത് നമ്മുടെ അടുക്കള സൈഡിൽ എല്ലാം നടുകയാണ് കേട്ടോ. ഇത് അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് ഇത് പിഴുതിട്ട് നമുക്കില്ല കഞ്ഞി സദ്യക്കകത്തൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അയ്യോ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അച്ഛൻ ഇത് നടുമ്പോഴത്തേനും ഞാൻ വീണ്ടും അമ്മയുടെ അടുത്തോട്ട് ചാടി. അടുത്ത മാസമാണോ ചൂട്? ഏപ്രിൽ മെയിലാ ചൂട് കൂടുതൽ. അപ്പോൾ എന്തുമായിരിക്കും? സൂപ്പർ. വെള്ളവും പറ്റും. നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇവിടുത്തെ ചൂടിൻ്റെ പ്രാരാബ്ദമാണ് എൻ്റെ അമ്മ എവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം അടുത്ത മാസം മാർച്ചല്ല ഏപ്രിൽ ഒടുക്കത്തെ ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തവണത്തെ ചൂടിൻ്റെ കാഠിന്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ അരിയുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ കറിയിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ തേങ്ങാക്കൊത്ത് കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. സീച്ചേട്ടൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ സീച്ചേട്ടൻ കഴിക്കുന്നതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ തേങ്ങാക്കൊത്തൊക്കെ എനിക്ക് തരും. അതെല്ലാം ഞാൻ പറക്കി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ആ തേങ്ങ പിടിച്ചോണ്ടിരുന്ന് അവസാനം എലി കരണ്ടെന്ന് കൂട്ടത് ഞാൻ കരണ്ട് തിന്നാൻ തുടങ്ങി. അമ്മ പറഞ്ഞു എന്തുവാടി ഈ കാണിക്കുന്നത്, നീ എന്ത് എലിക്കുഞ്ഞോ? അങ്ങനെ പിന്നെ അമ്മ അതെല്ലാം എടുത്ത് പൊളിച്ചു വെച്ചു. ചേച്ചിയാണെങ്കിൽ ചോറും എടുത്തോണ്ട് അപ്പുറത്തോട്ട് അങ്ങ് പോയി കേട്ടോ. ഞാനും സാധാരണ ചേച്ചിയുടെ വാലേ പോവാറുണ്ട് TV കണ്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് എല്ലാവരും കൂടെ കൂടി ഇവിടെ ഇരുന്നേ. അപ്പോൾ ചോറിൻ്റെ പാത്രം ഞാൻ നൈസായിട്ട് മാറ്റി. കാരണം അമ്മ ഒത്തിരി ചോറങ്ങ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോറ് ഇട്ടക്കുന്നത് ഞാൻ എടുത്തു. എന്നിട്ട് പോലും എൻ്റെ പകുതി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ടൈഗർ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ചോറും കറികളും ഒന്നും വേസ്റ്റ് ആവത്തില്ല കേട്ടോ. അവൻ കഴിച്ചോളൂ അതെല്ലാം കൂട്ടി. ഒരു ഇഡ്ഡലി പാത്രം മുന്നിൽ വെച്ചേക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ സീച്ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ണുന്നതിനെ കാട്ടി രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ. അതുകൊണ്ട് അമ്മ പാത്രത്തോടെടുത്ത് സീച്ചേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി അമ്മയുടെ നല്ല സോഫ്റ്റ് പഞ്ഞ് പോലത്തെ ഇഡ്ഡലിയായിരുന്നു. ചില ദിവസം കട്ടിയാവായി പോകാറുണ്ട്. അതായത് നമുക്ക് പട്ടി എടുത്തറിയാം ഇഡ്ഡലിയും കൊണ്ട്. പണ്ട് വീട്ടിൽ അമ്മയ്ക്കിടെയും ഭയങ്കര കട്ടി ഇഡ്ഡലിയായിരുന്നേ. പിന്നെ ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായപ്പോൾ തൊട്ട് എല്ലാവർക്കും പിന്നെ സോഫ്റ്റ് ഇഡ്ഡലിയാണ് വരുന്നത്. ഇന്ന് ഏട്ടന് പോകണ്ടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് തുണികൾ കഴുകാൻ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഏട്ടൻ്റെ തുണി എന്നെ കൊണ്ട് തൊടിയിക്കത്തില്ല. കാരണം ഒരു ദിവസം ഞാൻ എല്ലാം കൂടെ എടുത്തിട്ടിട്ട് എല്ലാത്തിലൂടെ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എൻ്റെ തുണിയിൽ നീ തൊടണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ഏട്ടനാണ് കേട്ടോ ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഏട്ടൻ്റെ തുണികളെല്ലാം കൂടെ പറക്കിയിട്ട് അത് ഇടുന്നത്. അപ്പോൾ ആണെങ്കിൽ അത് കഴുകാൻ പോകണതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഉറക്കം വന്ന് കണ്ണ് തൂങ്ങാൻ തുടങ്ങി. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടല്ലേ സംസാരിക്കുന്നത്. ഓക്കെ. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഉറക്കം തന്ന് കണ്ണ് തൂങ്ങാൻ തുടങ്ങി. ചേച്ചിയാണെങ്കിൽ അപ്പക്കുട്ടനെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ കൂടെ ഇരുന്ന് അവനും കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുറച്ച് നേരം ഉറങ്ങി. തുണിയൊക്കെ
നനച്ചിട്ടിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേന് അമ്പലത്തിലോട്ട് പോവുകയാണ്. അതായത് ഒരു 7:30-8 മണി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് മൈലക്കാട് ദേവിനട അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ തിരുവാഭരണമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ആ വഴി ഇടയ്ക്കാട്ടിലോട്ട് പോവുകയാണ്. കാരണം അവിടെ വീഷ്ണാൽ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം ഞാൻ ഉത്സവം കൂടാൻ വേണ്ടി അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ചെന്ന് കഴിഞ്ഞ് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുക്കുട്ടനാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തൊട്ട് വിശക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് കോളിഫ്ലവർ ഫ്രൈയും ഒക്കെ വാങ്ങിച്ച് നമ്മളിതെല്ലാം ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പോയി നോക്കിയാൽ മതി. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് കുണ്ടറയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കാരണം ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചതാ. പിന്നെ നമ്മൾ ഇടയിലൊന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ നിന്ന് കുറച്ച് കോളിഫ്ലവർ ഫ്രൈ കഴിച്ചിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കുണ്ടറയിലെത്തി കടയിൽ കയറാൻ ചെന്ന് അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ക്ലോസ് ചെയ്യിക്കായിരുന്നു കേട്ടോ. അവിടെ അത് വേണ്ട, വാ ഇറങ്ങ. അവിടെ കേറിയിട്ട് ഫുഡ് തീർന്നു പോയി. അല്ലെങ്കിലും കൊല്ലത്തെ പോലെ അല്ലല്ലോ, ഇങ്ങോട്ട് വരുമ്പോ കടകളൊക്കെ ഇങ്ങനെ അടയ്ക്കും. അപ്പം നമുക്ക് തൊട്ടപ്പുറത്ത് പൊറോട്ട ഹബ്ബ് എന്ന് പറയുന്നൊരു കട. അപ്പം അവിടെ കയറി നോക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വലിഞ്ഞു പിടിച്ച് അപ്പുറത്തെ കടയിലോട്ട് ചെന്നപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഡിഷസ് ഉള്ളതെന്ന് ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കായിരുന്നു. ഇവിടെ നൂൽ പൊറോട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ എല്ലാ കടയിലും നൂൽ പൊറോട്ട, ബൺ പൊറോട്ട അങ്ങനെയുള്ളത് കിട്ടത്തില്ല. ചില കടകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആണെങ്കിൽ അപ്പുക്കുട്ടനാണെങ്കിൽ ബൺ പൊറോട്ടയും ഞാനാണെങ്കിൽ നൂൽ പൊറോട്ടയും, സീച്ചേട്ടന് നൂൽ പൊറോട്ട തന്നെ ആട്ടോ. അങ്ങനെ ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫുഡൊക്കെ വന്നു. അപ്പുക്കുട്ടനാണെങ്കിൽ പൊറോട്ട കൊണ്ടിട്ട് ഹായ് ഇത് കൊള്ളാലോ, ഇനി ഇതെല്ലാം എനിക്ക് വേണമെന്നും പറഞ്ഞ് എല്ലാം കൂടെ പറക്കിയിട്ട് വെറുതെയാണ്, ഇത് മൊത്തം തിന്നത്തില്ല. പക്ഷെ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പൊറോട്ട പോലെ അല്ലല്ലോ കാണുന്നത്. അതുകൊണ്ട് അവൻ അതെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് പറക്കിയിട്ട് ഇത് മുഴുവൻ ഞാൻ കഴിക്കും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറക്കിയിടുകയാണ്. വീട്ടിലെ ഏറ്റവും പതുക്കെ കഴിക്കുന്നത് അനന്തുവാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പതുക്കെ കഴിക്കുന്നത് അപ്പുക്കുട്ടനാണ് കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് കൈ ഉണങ്ങിയാലും അവൻ കഴിച്ചു തീർക്കത്തില്ല. അവൻ പതുക്കെ ഇരുന്നേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പുക്കുട്ട ഒന്ന് എഴുന്നേക്കോ, എനിക്ക് കൈ കഴുകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ എഴുന്നേറ്റ് തന്നാലേ എനിക്ക് പോയി കൈ കഴുകാൻ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മ വെയിറ്റ് ചെയ്യമ്മ, ഞാനത് കഴിച്ചു തീർക്കട്ടെ എന്നും പറഞ്ഞ് അവൻ 1 മണിക്കൂർ അവിടെ ഇരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്തിട്ട്, അല്ല നമ്മൾ പാഴ്സൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്നെ നല്ല മണവാ. എൻ്റെ അച്ഛനുണ്ടല്ലോ, പുറത്തെ ഫുഡ് എന്ത് കണ്ടാലും വഴക്ക് പറയും, കുറ്റം പറയുകയും ചെയ്യും. പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിരുന്ന് മക്കം കഴിക്കും കേട്ടോ. അപ്പോൾ എന്തോ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് തുറന്നു വെച്ച് നോക്കുകയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡിനെല്ലാം ലോകത്തില്ലാത്ത കുറ്റങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അച്ഛനത് പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എങ്ങനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ട് തിന്നുന്നുള്ള കാര്യം. അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. ഇത്രയും പൊറോട്ട ഇഷ്ടമല്ല, ഞാൻ ചോറ് കഴിക്കുകയും ചെയ്തു. അച്ഛന് പൊറോട്ട തിന്നും വേണം, എന്നിട്ടത് കുറ്റവും പറയും. ഞാൻ നൈസായിട്ട് ഇങ്ങ് പോരുന്നു കേട്ടോ. എന്തോ 2-3 കോഴിയെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും കുറച്ച് തിന്നാ. അച്ഛൻ അർസസാ, അച്ഛൻ അർസസാണ് ഗൈസ്. അതുകൊണ്ട് അച്ഛൻ ഒത്തിരി കോഴിയെ തിന്നൂടാ. നിന്നെ പിന്നെ ഞാൻ ഈ വീട്ടിൽ കേട്ടത്തില്ല. ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ അർസസായോണ്ട് നിന്റെ ഭർത്താവിനാണ് ഓരോന്നും കൊണ്ടുവരും. അനിയാ, ഇവള് നിന്റെ തന്തയൊന്നുമല്ല. ഇവള് നിനക്ക് പണി ഒരുപാട് വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വിളിച്ചു പറയും, ഇവളെ ഉപയോഗപ്പെടുത്തും. ഇവിടെ ചാർജ് കൂട്ടും. ചാർജ് എന്തോ ഫീവറോ. എന്റെ അച്ഛന് പൊറോട്ട ഇഷ്ടമല്ല. പൊറോട്ട ഉണ്ടാക്കുന്നതൊക്കെ വെറും വൃത്തികേടായിട്ടാണെന്നാണ് അച്ഛൻ പറയാറുള്ളത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാ ഇതുപോലെ മാക്കം ഇരുന്ന് കഴിക്കും. അടി അച്ഛാ അടി. എന്നിട്ട് എന്തിനാ തിന്നുന്നേ? പത്മ ഹോട്ടലിൽ പോയി കഴിക്കണം. ഫുഡ് എങ്ങനെ ഉണ്ടോ? ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് തിന്നുന്നുണ്ടില്ലേ. ഈ നൂൽ പൊറോട്ടയും കോഴി നമ്മള് അവിടെ നിന്ന് മേടിച്ചു. തുണിയെടുക്കാൻ പോയിട്ടപ്പോ അറിയാവോ, ഓർമ്മയുണ്ട്, തമിഴ്നാട്ട് തിരുനെൽവേലി. പൊറോട്ട ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടും ഒരു പൊറോട്ട പോലും ബാക്കി വെക്കാതെ എന്റെ അച്ഛൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എന്റെ അച്ഛൻ.
നല്ല രസമാണ് കേട്ടോ അച്ഛനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നിട്ട് അനന്ത് വന്ന് അവൻ്റെ വീരസാഹസ കഥകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ചിരിക്കുകയാണ് കേട്ടോ ഞാനും ഒക്കെ. പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റെ ആ ഒരു മേക്കപ്പ് കഴുകിക്കളയാണ് കേട്ടോ. മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ കരി എഴുതി കഴിഞ്ഞാൽ അത് കഴുകിക്കളയാൻ എനിക്ക് ഭയങ്കര പാടാണ്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി കണ്ണിന് ചുറ്റും കറുപ്പുണ്ട്. കാരണം ഈ എഡിറ്റിങ്ങും ഉറക്കമില്ലായ്മയൊക്കെ കാരണം ഓൾറെഡി എനിക്ക് കണ്ണിന് ചുറ്റുമ്പോൾ കറുപ്പുണ്ട്. അതിൻ്റെ കൂടെ കരിയും കൂടെ എഴുതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അത് വൃത്തിയായിട്ട് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ മൊത്തത്തിൽ കണ്ണിന് ചുറ്റും ഭയങ്കരമായിട്ട് കറുത്തിരിക്കും കേട്ടോ. അതിൻ്റെ അംഗമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മാക്സിമം കരിയെല്ലാം അങ്ങ് തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കരിയൊക്കെ തുടച്ച് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ അപ്പുക്കുട്ടൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. രാവിലെ നല്ല പോലെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ രാവിലെയൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പാട്ടോ. അതായത് നമ്മുടെ കൊല്ലത്തുള്ളതിനെക്കാട്ടിൽ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം മരങ്ങളൊക്കെ കൂടുതലുണ്ടായതുകൊണ്ടായിരിക്കാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അപ്പുക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ ശല്യം ചെയ്തില്ല. എനിക്ക് അപ്പുക്കുട്ടൻ ഉറങ്ങുന്ന കാണുമ്പോൾ അവൻ ജനിച്ചിട്ട് കിടന്നുറങ്ങത്തില്ലേ, അതുപോലെ ഫീൽ ചെയ്യും. തിരുമാലി കാണിക്കുന്ന കുരുത്തക്കേടിനൊന്നും കയ്യും കണക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഉറക്കി നാണ്ടേ ഇങ്ങനെ ശല്യം ചെയ്യാതെ തലയാണയൊക്കെ വെച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ അമ്മ അടുക്കളയിലായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അച്ഛനാണെങ്കിൽ കഥയൊക്കെ പറഞ്ഞ് പുറയിൽ തന്നെയുണ്ട്. അപ്പോൾ തെരണ്ടി കേട്ടോ അമ്മ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ തെരണ്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ. സീച്ചേട്ടനും ബാക്കി എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഞാൻ കഴിക്കത്തില്ല. തെരണ്ടി, കൊഞ്ച്, കക്ക ഇങ്ങനെയുള്ള ഞണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ വന്ന് കഥയൊക്കെ പറഞ്ഞ് അമ്മയോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ സുടാ ദോശ ചുടുകയാണ്. ഇപ്പോഴാട്ടോ ഒരു ആശ്വാസമായത്. അങ്ങനെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 2 ദോശയും ചമ്മന്തിയും എടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ ഒരു ഏത്തപ്പഴം എടുത്തു. എനിക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത് അത്രയും ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പച്ച ഏത്തപ്പഴം ആവരുത്, ഒരുപാട് അങ്ങ് പഴുത്ത ഏത്തപ്പഴം ആവരുത്. ഇങ്ങനെ കുമ്പഴപ്പൻ ടൈപ്പിൽ നിൽക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞാൽ തടി വെക്കും എനിക്കറിയാം, എന്നാലും ഞാൻ ഒരെണ്ണം കഴിച്ചു. അപ്പുക്കുട്ടനാണെങ്കിൽ ഫോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തൊട്ട് അവന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ബീട്രൂട്ട് തോരനാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ അമ്മ അരച്ചെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ നടന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആടിപ്പാടിയാണ് നടക്കുന്നത്. അതാണ് ഓമനക്കുട്ടണ്ണ. ഞാൻ ഓമക്കുട്ടണ്ണാന്നാട്ടോ വിളിക്കുന്നത്. അപ്പോൾ റബ്ബർ ഷീറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഓമക്കുട്ടണ്ണ അങ്ങ് പോയി. അപ്പുക്കുട്ടനാണെങ്കിൽ ചാമ്പയ്ക്കാട്ടോ ഈ കഴിക്കുന്നത്. അമ്മയാണെങ്കിൽ വലിയ ചാമ്പയ്ക്കയില്ലേ വെളുത്തെ, അത് അരിഞ്ഞ് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇതാ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അപ്പു അമ്മയെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുന്നു പറഞ്ഞ് എനിക്കൂടെ കൊണ്ട് തന്നു. അങ്ങനെ ഞാൻ ഉപ്പും മുളകും കൂട്ടി ഞാനും അപ്പും കൂടെ ചാമ്പയ്ക്കൊക്കെ ഇരുന്ന് വയറ് നിറയെ കഴിച്ചു കേട്ടോ. ഞാൻ ഒരുപാട് നേരം വീട്ടിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അതായത് എനിക്ക് ജോലിയൊന്നും എടുത്തില്ലെങ്കിലും ഭയങ്കരമായിട്ട് ക്ഷീണം വരാൻ തുടങ്ങി. അപ്പോഴേ എനിക്കറിയാം എൻ്റെ വിറ്റാമിൻ ഡി കുറഞ്ഞതാണെന്ന്. പിന്നെ അമ്മയാണെങ്കിൽ എനിക്കൊരു ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ കുറേ ആയി അത് കഴിച്ചിട്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്ന ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് കഴിച്ച് അങ്ങനെ അവൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ വന്നെന്നും പറഞ്ഞ് അമ്മ അവനും കൂടെ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുട്ടികളാണ്, 8ലും 7ലും ഒക്കെ പഠിക്കുന്നവരാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. അവരെല്ലാം ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് കാണാൻ വന്നതെന്ന് പറഞ്ഞു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. ആ ഇരിക്കുന്ന കറുത്ത ഉടുപ്പിട്ട കുട്ടിയില്ലേ, അവന് യൂട്യൂബ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവനുള്ള സംശയങ്ങളെല്ലാം അവൻ എന്നോട് ചോദിച്ചു. എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. നേരം ആകുമ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാ. ആനയൊക്കെ പോകുന്നുണ്ട്. പ്രേതത്തെ പോലെ ഉണ്ടല്ലോ, ആനയൊക്കെ പോകുന്നുണ്ട്. ഫുള്ള് ലൈൻ കട്ട് ചെയ്തേക്കുക. ഇവിടെ ആണെങ്കിൽ ഇൻവെർട്ടർ ഇല്ല, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇരുട്ടാണ്. എന്തായാലും ഞാൻ റെഡിയായി. ഇനി നമുക്ക് റോഡിലോട്ട് പോവാം. അപ്പോഴത്തേന് ഏട്ടൻ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേന് ഏട്ടനും എല്ലാവരും കൂടെ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ വഴിയിൽ പോയി നിന്ന് ദേവിയൊക്കെ കണ്ട് തൊഴുതിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഈ ഒരു ഘോഷയാത്ര 10 മണിയൊക്കെ ആകുമ്പോഴത്തേനാട്ടോ അമ്പലത്തിൽ ചെല്ലുന്നത്. അപ്പോഴത്തേന് നമുക്ക് ഇറങ്ങണമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേന് ഇതാ ഇത്രയും ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പുക്കുട്ടൻ അവിടെ കണ്ടപ്പോൾ തൊട്ട് ഓടിക്കളിയും ബഹളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അടക്കി നിർത്താനേ അവനെ പറ്റുന്നില്ല. കാരണം ആ ഘോഷയാത്ര വന്നാലേ അമ്പലത്തിൽ തിരക്കും കാര്യങ്ങളും ഒക്കെ ആവത്തുള്ളൂ. അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടെങ്കിൽ പിന്നെ ഇനി ഒരുപാട് താമസിക്കും. കാരണം 11 മണിയോളം ആവുമായിരിക്കും വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുക. അതായത് നമ്മൾ കൊല്ലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിലൊക്കെ കയറി പോകുന്ന വഴി ആയപ്പോഴത്തേനും ഘോഷയാത്ര വരുന്ന ബ്ലോക്കായി കേട്ടോ. അപ്പോൾ നമുക്ക് ആ വഴി പോകാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ വേണ്ട, നമ്മൾ ഇനി ഒരുപാട് താമസിക്കും, അതുകൊണ്ട് നമുക്ക് കടമ്പനാട് വഴി കറങ്ങി പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി തിരിച്ച് കടമ്പനാട്ടോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തിരിച്ച് വീട്ടിലോട്ട് പോയില്ല കേട്ടോ. പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അമ്മയാണെങ്കിൽ കൊലയൊക്കെ എടുത്തു വെച്ചു കേട്ടോ. വീട്ടിലോട്ട് വരുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നു വിടും. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ സ്ഥിരം കയറുന്ന പരിപ്പുവട കടയിൽ കയറി പരിപ്പുവട വാങ്ങിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീഡിയോ കണ്ടിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ അടൂരിന്ന് വരെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ടെന്ന് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. വീട്ടിൽ വന്നിട്ട് ഏട്ടൻ എന്തൊക്കെയോ എഴുതി പറക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.